കുറച്ചധികം നാൾ ഞാൻ സിറ്റിയിലെ ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. വിധി എന്നല്ലാതെ എന്ത് പറയാം. പണക്കാരുടെ മുമ്പിൽ തലകുനിച്ച് എൻ്റെ നടുവൊടിഞ്ഞു. പക്ഷേ ഇടവേളകളിൽ കിട്ടിയ ചില വിനോദങ്ങളാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയത്. ഒളിച്ചിരുന്ന് പണക്കാരൻ്റെ ദേഹത്ത് മുറുക്കി തുപ്പുക, അവരുടെ കാറിൻ്റെ കാറ്റഴിച്ചു വിടുക, ഇതൊക്കെയായിരുന്നു പ്രധാന വിനോദങ്ങൾ. ഒരു ദിവസം 30 കാറുകളുടെ വരെ കാറ്റ് ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇഷ്ടാനുസരണം പരസ്ത്രീകളെ പ്രാപിക്കാൻ കഴിയാത്തവരാണല്ലോ നമ്മുടെ നാട്ടിൽ സദാചാര പോലീസുകാരായി മാറുന്നത്. ഞാൻ അങ്ങനെയും ഒരാളായിരുന്നു. അതല്ല ഇൻസ്പെക്ടർ സാർ, അവർ രണ്ടുപേരും വന്നത് 2 കാറുകളിൽ. ആ സ്ത്രീ ഇറങ്ങി അവൻ്റെ കാറിൽ കയറി. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ സാർ. കെട്ടിപ്പിടിക്കലും തലോടലും കേരളത്തിനൊരു സംസ്കാരമല്ലേ സാർ? പബ്ലിക് ന്യൂസൻസ് അല്ലേ സാർ ഇത്? ഇനി ഒട്ടും വൈകിക്കൂടാ. പെട്ടെന്ന് പോലീസിനെ അയക്കൂ സാർ. പോലീസിന് മാത്രമല്ല, നമുക്കുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. സ്വാതി, കൺട്രോൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ ഫേസ് ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്താണ് ഇപ്പൊ ആവശ്യം. എനിക്ക് പറ്റുന്നില്ലടാ, പാവം എൻ്റെ അമ്മ. ഇത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ സാമൂഹ്യ വിരുദ്ധ. മനസ്സിലായില്ല? പൊതു സ്ഥലത്ത് വെച്ചാണോടാ നിന്റെ ഒക്കെ അഴിഞ്ഞാട്ടം? Don't talk rubbish, okay? സദാചാരം ലംഘിച്ചിട്ട് ഇംഗ്ലീഷ് പറയുന്നോടാ പട്ടി. അയ്യോ റോജ, സാർ, ഇവര് രണ്ടുപേരും കുറെ നേരമായി അനാശാസ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സംസാരമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് വന്ന് വണ്ടി കയറി ഇങ്ങോട്ട് ഇറങ്ങടി. മാഡം ഞങ്ങള് ഒക്കെ അവിടെ ചെന്നിട്ട് നടക്ക. കേറടി. കഥകൾ രസകരമാവണമെങ്കിൽ വഴിത്തിരിവുകൾ ആവശ്യമാണല്ലോ. ഞാൻ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ പുറകിലായി ഒരു കുളവും പരിസരവുമുണ്ട്. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം നടക്കുന്നത്. ഗുഡ് മോർണിംഗ് സർ, ഐ എം പ്രേം. ഹാംനെറ്റ് ബിൽഡേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ്. ദിസ് ഇസ് അഡ്വക്കേറ്റ് ചന്ദ്രകാന്ത്, ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ. ഹായ്. ആൻഡ് ഷീസ് മൈഥിലി, എൻ്റെ സെക്രട്ടറി. സാറിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. തറവാടിൻ്റെ വിലാസമാണ് ആകെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ താമസം മാറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്ന് അറിഞ്ഞു. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ആവശ്യം? അത് മിസ്റ്റർ അശോകനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, ഇന്ദിര? ഓവ്, അവർ ചെന്നൈയിലായിരുന്നു. 2 മാസം മുമ്പ് മരിച്ചു. അതെ, മരിക്കുന്നതിന് മുമ്പ് അവരുമായിട്ട് ഞങ്ങളുടെ കമ്പനി ഒരു ഡീൽ ഉറപ്പിച്ചിരുന്നു. ഇവിടെ അടുത്ത് ചേറ്റക്കുന്നിൽ അവരൊരു 67 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നായി സാറിന് അറിയാമായിരുന്നോ? എനിക്കൊന്നും അറിയില്ല. കുറെ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് ഞങ്ങളുടെ കമ്പനി വാങ്ങിച്ചു. അതിന് തൊട്ട് കിടക്കുന്ന 2 ഏക്കർ സ്ഥലത്ത് ഞങ്ങളുടെ ഒരു ഓൺഗോയിങ് വില്ല പ്രൊജക്ട് ഉണ്ട്. അതെ, ഇതുകൂടെ ആകുമ്പോൾ റോഡ് ആക്സസ് എളുപ്പമാവും. അതുകൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിച്ചത്. നിങ്ങൾ എന്നെ കാണാൻ വന്ന കാര്യം പറയൂ. മിസ്റ്റർ അശോകൻ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഭാഗ്യം എന്ന് പറയുന്നത് എങ്ങനെയാ കടന്നു വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് തന്നെയാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. 100 കണക്കിന് ലോട്ടറി ടിക്കറ്റ് എടുത്ത് കുടുംബത്തെ പട്ടിണി കിട്ടവനാ ഞാൻ. അതുകൊണ്ട് എന്നോട് ഭാഗ്യത്തെ പറ്റി കൂടുതലൊന്നും പറയണ്ട. അല്ല, ഞങ്ങൾ പറയട്ടെ സാർ. ഈ സ്ഥലം വെച്ച് 2 കോടി രൂപയോളം ഇന്ദിരാമ്മയുടെ ലോൺ എടുത്തിരുന്നു. എന്തോ ബിസിനസ്സിനോ മറ്റോ. സ്ഥലത്തിന് മൊത്തം വില നിശ്ചയിച്ച് 2.5 കോടി. അതിൽ 2 കോടി കടം തീർക്കാൻ ആദ്യമേ കൊടുത്തു. ലോൺ ക്ലോസ് ചെയ്ത ഒറിജിനൽ ഡോക്യുമെന്റ്സ് മുഴുവൻ ഞങ്ങൾ ഏൽപ്പിച്ചു.
അപ്പോഴേക്കായിരുന്നല്ലോ അപ്രതീക്ഷിതമായിട്ട് അവരുടെ മരണം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഞങ്ങൾ ശരിക്കും വിഷമിച്ചു പോയി. സെയിൽ ഡീൽ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തിരുന്നെങ്കിലും രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലല്ലോ. അവർക്ക് മക്കളില്ല, ഭർത്താവ് നേരത്തെ മരിച്ചു. നിയമപ്രകാരം ഇപ്പൊ ആ സ്ഥലത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അവകാശി മിസ്റ്റർ അശോകന. ഞങ്ങൾ തരാനുള്ള 50 ലക്ഷം സ്വീകരിക്കുക, എന്നിട്ട് ആ സ്ഥലം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാം. അതെ, ഓഫീസ് അഡ്രസ്സ് ഇതിലുണ്ട്. എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലേക്ക് വരിക. വിശദമായി അവിടെ വെച്ച് സംസാരിക്കാം. ശരിയെന്നാ. മനസ്സിലായില്ല. ഇത്രയും വർഷക്കാലം ഈ ഹോട്ടലിൽ നിങ്ങൾ മാനേജറായിട്ടും ഞാൻ സെക്യൂരിറ്റിക്കാരനായും ജോലി ചെയ്തിട്ട് എന്നെ മനസ്സിലായില്ലെന്നോ? താൻ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കസേര കയറി ഇരിക്കാറില്ലല്ലോ. കാലം മാറുകയല്ലേ. എഴുതാക്കടോ. ഇവിടെ സെക്യൂരിറ്റിക്കാരനായി തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളിനോടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആജ്ഞാപിക്കാം. അങ്ങനെ അല്ലാത്ത പക്ഷം ഇങ്ങനെ സംസാരിച്ചാൽ ഭാവിയിലെ നല്ലൊരു കസ്റ്റമറിനെ ആയിരിക്കും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. താൻ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ഇവിടുത്തെ 13 സ്യൂട്ട് റൂം ഉണ്ടല്ലോ, തിങ്കളാഴ്ച മുതൽ 10 ദിവസത്തേക്ക് അതെൻ്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടേക്ക്. ഫാമിലിയുമായിട്ട് ഞാൻ വരും. ഒരു സെക്യൂരിറ്റി, ഒരു റൂം ബോയ്, ഫുൾ ടൈം മുറിയുടെ വാതിൽക്കൽ കാണണം. ഞങ്ങളുടെ ഏതാവശ്യത്തിനും ഓടിയെത്താൻ. അതിൻ്റെ പൈസ ഞാൻ വേറെ തരും. ഗുഡ് ബൈ. അശോകൻ സാർ എന്താണ് ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ? മൈഥിലി. ഹായ് സർ, ഹാർട്ടി വെൽക്കം. വരൂ സർ, ട്രെയിൻ ക്യാബിനിലുണ്ട്. വിളിച്ചിരുന്നെങ്കിൽ വണ്ടി അയക്കുമായിരുന്നല്ലോ. അക്കാര്യം ഞാൻ ആലോചിച്ചില്ല. സർ എവിടെയാ താമസം? തോട്ടക്കാട്. ഓ, വരൂ സർ. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കൂ. നമുക്ക് രജിസ്ട്രേഷൻ ഇന്ന് വെച്ചാലോ? ചെയർമാൻ US-ലാണ്. 10 ദിവസം കഴിഞ്ഞേ വരൂ. വന്നാലുടൻ. 10 ദിവസമോ? അതെങ്ങനെ ശരിയാവും? എന്താ സാർ? നിങ്ങൾ എനിക്ക് കാർഡ് തന്നു, ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു, ഞാനിതാ വന്നിരിക്കുന്നു. വരുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ നടക്കുമെന്നാണല്ലോ ഞാൻ വിചാരിക്കുന്നത്. ഇത് വിശ്വസിച്ച് ജോലി വിട്ടു. നല്ലൊരു വീട് കണ്ടുവച്ചു. ഇന്ന് അഡ്വാൻസ് കൊടുക്കാമെന്ന് വാക്കും കൊടുത്തു. ഡേറ്റിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നില്ലല്ലോ സർ. ചെയർമാൻ അമേരിക്ക പോവാണെന്ന് നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ഭാര്യയോടും മക്കളോടും കുറേ പൈസയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. എൻ്റെ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാക്കിയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാർ, അതൊരു 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം പോയി. 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞാലോ 20 ദിവസം കഴിയട്ടെ എന്ന്. സാർ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇത് ഞങ്ങളുടെ ആവശ്യമല്ലേ. എന്നാലൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു 20 ലക്ഷം രൂപയും കൂടാ. അത്രയും വേണം എനിക്ക് അവിടെ ഇവിടെയൊക്കെ അഡ്വാൻസ് കൊടുക്കാൻ. അത്രയും ഇപ്പം തരാൻ പ്രയാസമാണ് സാർ. എത്ര തരാൻ പറ്റും? മാക്സിമം ഒരു 2 lakhs ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയേക്കും സാർ. അപ്പം അഡ്വാൻസ് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും അത് തരൂ, മറ്റാവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വില്ലകളൊക്കെ ഉള്ളതല്ലേ? തൽക്കാലം അതിലൊരെണ്ണത്തിൽ ഞാനങ്ങ് താമസിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടാണ് സാർ. എന്താ നിങ്ങളെ പണി കഴിഞ്ഞ വില്ലകളൊന്നും സ്റ്റോക്കില്ലേ? അതുകൊണ്ടല്ല,
അത് മിസ്റ്റർ അശോകൻ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ഥലത്തിന് മേൽ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിയുന്നത്. അത് കമ്പനിയുടെ സത്യസന്ധത. നിങ്ങൾ ഇത് അറിയിച്ചില്ല എന്ന് വെച്ചു. ഒരു ഈച്ച പോലും അറിയാതെ കമ്പനിക്ക് ഈ സ്ഥലം പൊസസ് ചെയ്യാമായിരുന്നു. ഉടമസ്ഥൻ സൈൻ ചെയ്ത സെയിൽ അഗ്രിമെന്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഒരു കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാകാനില്ല. നിങ്ങൾ ഈ സെയിൽ അഗ്രിമെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം യഥാർത്ഥത്തിലുണ്ടോ? അതൊന്നും സാർ അങ്ങനെ പറഞ്ഞത്. അല്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. മൈഥിലി, Sir? ഗെറ്റ് മീ ദ ഡോഗ്സ്. സർ, ഇതാണ് ഇന്ദിര മാഡം സൈൻ ചെയ്ത വിൽപ്പന കരാർ. ഓ, 2 കോടി കൊടുത്തു എന്നുള്ളതിന്റെ ഏക തെളിവല്ലേ ഇത്? അതെ. കാണിക്കുന്നത് 2 കോടി രൂപയുടെ ഡോക്യുമെന്റ്സ് തനി നശിപ്പിച്ചത്. കൈയെടുക്ക്. ഇല്ലെങ്കിൽ ഈ കരാർ പത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒപ്പിട്ടാലല്ലേ രജിസ്ട്രേഷൻ നടക്കൂ. കൈയെടുക്ക്. ഇത് കീറിക്കളഞ്ഞത് എന്തിനാണെന്ന് ഇനി പറയാം. ഇത്രയും പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു കമ്പനി എനിക്ക് താമസിക്കാൻ ഒരു വില്ല ശരിയാക്കി തരില്ലെന്ന് പറഞ്ഞാൽ, അതൊക്കെ എത്ര പെട്ടെന്ന് നടക്കുന്നോ അതനുസരിച്ചായിരിക്കും തുടർന്നുള്ള എൻ്റെ സഹകരണം.